അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര വേറെ എങ്ങോട്ടല്ല കേട്ടോ, നമ്മുടെ സ്വന്തം KFCയിലോട്ടാണ്. അപ്പോൾ KFC നമ്മളെല്ലാവരും ഒരു വിൽക്കുവാനാണ് അല്ലേ. അപ്പോൾ KFCയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഓൺലൈൻ വഴി ഈസി ആയിട്ട് ഓർഡർ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ KFCയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെലിവറി, പിക്കപ്പ് ആൻഡ് ഡൈനിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പിക്കപ്പാണ് ചൂസ് ചെയ്യൽ. കാരണം നമുക്ക് അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം, ബാക്കി നമുക്ക് മീൻസ് ഐറ്റം കൂടുതലാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് എടുത്തിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പിക്കപ്പ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ ടൈപ്പിൽ പിക്കപ്പ് വരുന്നുണ്ട്. നമ്മൾ ചൂസ് ചെയ്ത KFC പാലക്കാടാണ്, അപ്പോൾ അത് വന്നു. ദെൻ ടുഡേ കൊടുക്കണം, ആസ് സൂൺ ആസ് പോസിബിളും നമ്മളവിടെ ഓപ്ഷനിൽ ചൂസ് ചെയ്ത് കൊടുക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ഈ KFCയുടെ മെനൂസാണ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരുന്നത്. ലൈക്ക് ഇപ്പോൾ അതിൽ ഹോട്ട് ഡീൽസ് ഉണ്ട്, ബക്കറ്റ് ഡീൽസ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്, നോർമലി ഞങ്ങൾ മേടിക്കുന്ന ഒരു അൾട്ടിമേറ്റ് സേവിങ് ബക്കറ്റ് എന്നുള്ളൊരു സാധനമുണ്ട്. പിന്നെ ഹോട്ട് ലോഞ്ചസിൽ വന്നിട്ടുള്ള ചിസ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റമാണ്. അതിപ്പോൾ KFC ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മളത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ KFCയുടെ ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പേര് അറിയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബക്കറ്റ് ഡീൽസ് അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ ഈ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റെ പേര് എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം, അൾട്ടിമേറ്റ് സേവിങ് ബക്കറ്റ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ആഡ് ടു കാർട്ട് കൊടുക്കുവാണ്. ആഡ് ടു കാർട്ട് കൊടുത്തിട്ട് ഞാൻ വ്യൂ കാർട്ട് കൊടുക്കുവാണ്. അപ്പോൾ വ്യൂ കാർട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഞാൻ ചൂസ് ചെയ്ത 2 പ്രൊഡക്റ്റ് ഇവിടെ ലിസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ ഈ അൾട്ടിമേറ്റ് സേവിങ് ബക്കറ്റിൻ്റെ ഐറ്റംസ് എല്ലാം ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ എനിക്ക് ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത് 983 ആണ്. ഇതിൽ നമുക്ക് എന്താ പറയുക, ഹോട്ട് ആൻഡ് ക്രിസ്പി വരുന്നുണ്ട്, മയണൈസ് വരുന്നുണ്ട്, പെപ്സി വരുന്നുണ്ട്, സ്ട്രിപ്സ് വരുന്നുണ്ട്, പിന്നെ വിങ്സ് വരുന്നുണ്ട്. ഇത്രയും ഐറ്റംസ് ഒരു ഫാമിലിക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഈ അൾട്ടിമേറ്റ് സേവിങ് ബക്കറ്റിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം കാർട്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്ലൈ ഓഫേഴ്സ് ആൻഡ് ഡീൽസിൽ വ്യൂ ഓൾ നമ്മൾ കൊടുക്കണം. ആ വ്യൂ ഓൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് കോഡ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാം, ഇല്ലെങ്കിൽ ഓഫേഴ്സ് ആൻഡ് ഡീൽസ് ഡിസ്പ്ലേ ആയിട്ട് വരും. ഇതിലിപ്പോൾ 4 ഓഫേഴ്സാണ് ഉള്ളത്. അതൊന്നുമില്ലെങ്കിൽ നമുക്ക് 1 പീസ് വെജ് സിംഗറോ അല്ലെങ്കിൽ ചിക്കൻ സിംഗറോ നമുക്ക് 499 രൂപയുടെ മുകളിലുള്ള ഓർഡർ ആണെങ്കിൽ നമുക്കത് 2 ഫ്രീ ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ 499 രൂപയുടെ മുകളിലുള്ള ഓഫറാണെങ്കിൽ നമുക്ക് 2 പീസ് ഹോട്ട് ആൻഡ് ക്രിസ്പി 99 റുപ്പീസിന് കിട്ടും. ഇവിടെ നമുക്ക് ഏകദേശം 500 എബോവ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സേവ് ബിഗിലെ ഡൗൺ ആരോ പ്രസ് ചെയ്തു, എന്നിട്ട് അതിൽ റെഡീമാണ് കൊടുക്കുന്നത്. സേവ് ബിഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 100 റുപ്പീസാണ് ഡിഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം 983 ഉണ്ടായിരുന്നു എനിക്ക് എമൗണ്ട്, അതെനിക്ക് റെഡ്യൂസ് ആയിട്ട് 885 എന്നുള്ള എമൗണ്ടിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെക്കൗട്ട് കൊടുക്കാം. ചെക്കൗട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എൻ്റർ ചെയ്യാം. കാർഡിൻ്റെ നെയിം, കാർഡ് നമ്പർ, അതിൻ്റെ എക്സ്പയറി മന്ത് എല്ലാം കൊടുത്തിട്ട് CVV എൻ്റർ ചെയ്തിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണ്. പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ KFCയുടെ ഓർഡർ അവിടെ അപ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഓർഡർ ID കൊണ്ടുപോയിട്ട് ഷോപ്പിൽ കൊടുത്തിട്ട് നമ്മുടെ ഐറ്റം നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ KFCയിൽ വന്നു. നമ്മളങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇനി KFCയിൽ കയറുകയാണ്. അങ്ങനെ സിമ്മം കയറുകയാണ്. ഇതാണ് മൊത്തത്തിലുള്ള ഇതിൻ്റെ ആംബിയൻസ്. ഇതിവിടെ എല്ലാ കമൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ലൈക്ക് ഇപ്പോൾ എന്തൊക്കെ പ്രിപ്പയറായി, അപ്പോൾ കമൻറ്റ് നോക്ക്, ഫ്രഷ്ലി പ്രിപ്പയർഡ് ഇൻ അവർ കിച്ചൺ ഡെയിലി. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ടോട്ടൽ ആംബിയൻസ്. വേൾഡ്സ് ടേസ്റ്റിയസ്റ്റ് ചിക്കൻ. അവിടെ നമ്മുടെ ചിസ്സടത് കാണാനുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ സിമ്മോൻ ഇരിക്കുന്നുണ്ട്. ഇറ്റ്സ് ഫിംഗർ ലിക്കിങ് ഗുഡ്. അപ്പോൾ ഞങ്ങളിനി സീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓർഡർ ID ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഹാൻഡൊക്കെ വാഷ് ചെയ്തിരിക്കുമ്പോൾ കയറ്റ് എത്തും. അപ്പോൾ നമ്മുടെ ഈ ടേബിളിൽ ഇനി ചിക്കൻ വന്നിട്ട് കാണാം. ടോപ്പിങ്സാണ് തരുന്നത്. നമ്മുടെ ചിസ നമുക്ക് ചിസയുടെ മുകളിൽ ടോപ്പിങ് ഇങ്ങനെ നമ്മൾ കൊടുക്കാം. ഇറ്റാലിയൻ സീസണിങ്ങാണ് അടുത്തത്. ഇത് മറ്റേ ഇറ്റാലിയൻ സീസണിങ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് 2 സെറ്റായി. ഇനി നമുക്കിതിനെ കണ്ടോ, ഇത് ഭയങ്കര ചീസിയാണ് കേട്ടോ, ഭയങ്കര ജ്യൂസിയാണ്. നമ്മുടെ അൾട്ടിമേറ്റ് സേവിങ് ബക്കറ്റ് പൊട്ടിക്കാൻ പോകണം. നമ്മളത് ഇനിയുണ്ട് മയണൈസും കെച്ചപ്പൊക്കെ സൈഡിൽ വെച്ച്
കെച്ചപ്പ് വേണ്ട. മയണൈസ് കാണിച്ചോളൂ. അടാ നമ്മൾ 2 മയണൈസ് തന്നെ മേടിച്ചു. അതിലൊന്ന് വേറൊരു തരം എന്തോ നാഷ്ഫിലെ ഡിപ്പോ അങ്ങനെ എന്തോ ഒരു സാധനം, അതെനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ടിഷ്യൂ പേപ്പറുണ്ട്. ഇത്രയും ഡിപ്പോ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് സേവിൻ ബക്കറ്റ്. പെപ്സി അതിലുള്ളതാണ്. ഐറ്റംസ് കാണിച്ചു കൊടുക്കട്ടെ. ബോൺലെസ് സ്ട്രൈപ്സ് 4 പീസാണ്. ഇത് വിങ്സ് ആണ്, ഹോട്ട് വിങ്സ് വരുന്നത് നമുക്ക് 6 പീസസ് ആയി. എത്രണ്ണായി ഇപ്പോൾ? 6 പീസസ് ആയില്ലേ. ഇനി ഈ കോമ്പോയിൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ നമ്മുടെ ഹോട്ടൽ. ഇതിന് മുന്നേ അല്ലു അർജുൻ്റെ ഉണ്ടായിരുന്നല്ലേ? അല്ലു അർജുൻ കോമ്പോ നമ്മളിതുവരെ മേടിക്കലില്ലല്ലോ. നമ്മളെപ്പോഴും ഇതിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്ത് 4 പീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ബക്കറ്റ്. ഇതിൽ ആരോണായിട്ട് അരക്കേണ്ടത് 1 2 3 സെറ്റ്. അപ്പോൾ ഇത്രയും പീസസാണ് ഉള്ളത്. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും മേടിക്കുമ്പോൾ KFCയിൽ വരുമ്പോൾ ഈ പാക്ക് മേടിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ വരുന്ന നിങ്ങൾക്ക് അത്യാവശ്യം കഴിക്കാനുള്ള പോർഷൻ ഈ സാധനത്തിലുണ്ടാവും. ഞങ്ങളെപ്പോഴും വന്ന് ചീസ നോർമലി വാങ്ങലില്ല. ചീസ അപ്പോൾ ഒരു പ്രാവശ്യം വന്ന് കഴിച്ചപ്പോൾ വലിയ ഇഷ്ടമായി. അപ്പോൾ ചീസ ഒന്ന് മേടിച്ചാണ്. അങ്ങനെ നമ്മൾ KFCയുടെ കെൻഡക്കി അപ്പൂപ്പനോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ ഇനി എല്ലാവരും ഇവിടെ പാലക്കാടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഔട്ട്ലെറ്റിലൊക്കെ ഒന്ന് KFCയിൽ പോകുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഈ ഹാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഇവിടെ എപ്പോഴും വരുമ്പോഴും ആൾക്കാർ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യണമാണ് കണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു ട്രിക്ക് ഇതിലുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ താങ്ക് യു.